ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമദാനിലെ ദിനരാത്രങ്ങളിൽ ഒരുപക്ഷെ നിർവഹിക്കപ്പെടുന്ന ഖുർആൻ പാരായണം ഉൾപ്പെടെ നിർവഹിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ നിർവഹിക്കപ്പെടുന്നത് ആരാധനകളിൽ നമസ്കാരത്തിൻ്റെ സമയവും നമസ്കാരത്തിൻ്റെ നിർവഹണവും ഒക്കെ കൂടുതൽ ആയി വരുന്നു. പ്രത്യേകിച്ച് തറാവീഹ് നമസ്കാരം റമദാനിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതും ഖിയാമുൽ ലൈൽ ഒരുപക്ഷെ റമദാനിലും അല്ലാത്ത കാലത്തൊക്കെ തന്നെ തഹജ്ജുദും ഖിയാമുൽ ലൈലൊക്കെ സുന്നത്താണെങ്കിലും റമദാനിൽ കൂടുതൽ ആളുകൾ അത് നിർവഹിക്കാൻ സന്നദ്ധരാകുന്നു, മുന്നോട്ട് വരുന്നു. ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ ആരാധനകളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ഏറ്റവും അതിൻ്റെ ഇമാദുദ്ദീൻ എന്ന അതിൻ്റെ മെയിൻ പില്ലർ നമസ്കാരമാണ്. ഇസ്ലാം കാര്യങ്ങളിലെ ഒക്കെ തന്നെ കേവല ആരാധനാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ നമസ്കാരത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ശ്രദ്ധാലുക്കളാവാറുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്കതിൻ്റെ ഒരു മാനസികമായ മനസ്സാന്നിധ്യം നമസ്കാരത്തിൽ എത്രത്തോളം ഉണ്ടാവാറുണ്ട്, ഇത് നാം ആത്മപരിശോധന നടത്തേണ്ട ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചരിത്രത്തിൽ വന്ന ഒരു സംഭവം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒരുപക്ഷെ ഒരു പ്രേമകഥയിലുള്ള ഒരു സംഭവമായിരിക്കാം. നമുക്കൊക്കെ സുപരിചിതമായ ലൈല മജ്നൂൻ എന്ന് പറയുന്ന, അതിൻ്റെ യഥാർത്ഥ അറബി ഉച്ചാരണം വരേണ്ടത് മജ്നൂൻ ലൈല എന്നാണെങ്കിലും നമ്മുടെ ഇടയിൽ ലൈല മജ്നൂൻ എന്ന് പ്രസിദ്ധമായ ലൈലയെ അന്വേഷിച്ചുകൊണ്ട് മജ്നൂനായ ഖൈസ് പോകുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം ലൈലയെ കാണാതെ ആ ലൈലയുടെ വീട്ടിലെ നായയെ കാണുമ്പോൾ ആ നായൻ്റെ പിന്നാലെ ഓടി അതിലൂടെ ലൈലയെ കണ്ടെത്താം എന്ന് പറഞ്ഞ് ഓടുന്ന സമയത്ത് ആ പോകുന്ന വഴിയിൽ കുറച്ച് ആളുകൾ നമസ്കരിക്കുന്നുണ്ടായിരുന്നു. ആ നമസ്കരിക്കുന്ന ആളുകളെ ഒന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ദൗത്യമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഈ നമസ്കരിച്ചിരുന്ന ആളുകൾ അദ്ദേഹത്തോട് ഖൈസിനോട് ചോദിച്ചു, നീ ഓടിപ്പോകുന്ന സമയത്ത് ഞങ്ങളിവിടെ നമസ്കരിക്കുന്നുണ്ടായിരുന്നു, നീ എന്തുകൊണ്ട് ഞങ്ങളെ കൂടെ വന്ന് നമസ്കരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ ഖൈസ് തിരിച്ചു പറയുന്നൊരു വാചകം നമ്മെ ചിന്തിപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കഥയിലെ അല്ലെങ്കിൽ പ്രേമകഥയിലെ രംഗമാണെങ്കിലും ഖൈസ് ചോദിക്കുന്നുണ്ട്, ഞാൻ പോകുമ്പോൾ നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങൾ നമസ്കാരത്തിൻ്റെ ഇടയിൽ എന്നെ കണ്ടെങ്കിൽ ഞാൻ ലൈലയെ തേടിയതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ തേടിയിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്നെ കാണുമായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നമസ്കാരം ആവർത്തിച്ച് രണ്ടാമത് നമസ്കരിക്കണം. അങ്ങനെയാണ് നമ്മൾ മനസ്സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ, ഉർവത്ത് ബിൻ സുബൈറിൻ്റെ ഒക്കെ കഥ പറയുന്നതിലുണ്ട്, അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കുന്ന ചികിത്സ പോലും ചെയ്തത് നമസ്കാരത്തിലായിരിക്കെ വേദന അറിയാതെയാണ്. അത്രത്തോളം മനസ്സാന്നിധ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ലെങ്കിലും എത്ര ശതമാനം നമുക്ക് എത്താൻ കഴിയും എന്നുള്ളത്, പ്രത്യേകിച്ചും റമദാനിൻ്റെയും നമസ്കാരം ഏറ്റവും കൂടുതൽ തറാവീഹിലൂടെയും ഖിയാമുൽ ലൈലിലൂടെയും തഹജ്ജുദിലൂടെയും ഫർളായ നമസ്കാരങ്ങളിലൂടെയും നിർവഹിക്കപ്പെടുന്ന നാം ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, വഇന്ന അഹദകും ലയൻസരിഫു മിൻ സലാത്തിഹി, നിങ്ങളിൽ ഓരോരുത്തരും നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഫമാ കുതിബ ലഹു മിൻ സലാത്തിഹി, അവൻ്റെ നമസ്കാരത്തിൽ നിന്ന് അനുകൂലമായി രേഖപ്പെടുത്തി വെക്കപ്പെട്ടത് ഇല്ലാ നിസ്ഫഹു ഔ സുലുസഹു ഔ റുബഅഹു ഔ ഖുമുസഹു, 1/2 അല്ലെങ്കിൽ പകുതി, 3/1, 4/1, 5/1 അല്ലെങ്കിൽ 10/1 എന്ന് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ മനസ്സാന്നിധ്യം 10/1 അല്ല പൂർണ്ണമായും എത്തിത്തീരാൻ നമുക്ക് സാധിക്കാറുണ്ടോ എന്നത് നേരത്തെ പറഞ്ഞ കഥയുടെയും ഈ ഹദീസിൻ്റെയും ഒക്കെ തന്നെ വെളിച്ചത്തിൽ നാം ആത്മപരിശോധന നടത്തേണ്ടതാണ്. റമദാനിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ കൂടുതൽ പ്രസക്തിയുണ്ട് എന്നതുകൂടി നാം മനസ്സിലാക്കണം.